ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അതിലെ ഒന്നാമത്തെ അധ്യായത്തിൽ കേന്ദ്രീകരിച്ച ചില കാര്യങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഹന്നായുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു, മക്കളുണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിൽ തന്നെ അന്ന് ബഹുഭാര്യാത്വമുള്ള കാലത്ത് എൽക്കാന എന്ന ആ ഒരു പുരുഷന് 2 ഭാര്യമാർ, ഹന്നയും പെനിന്നയും. ഒരാൾക്ക് മക്കളുണ്ട്, മറ്റേയാൾക്ക് മക്കളില്ല. ഇന്ന് നാം സമൂഹത്തിലേക്ക് നോക്കിയാൽ ചിലർക്ക് പണമുണ്ട്, ചിലർക്ക് പണമില്ല. ചിലർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ചിലർക്കില്ല. ചിലർക്ക് നല്ല ഭവനമുണ്ട്, എന്നാൽ ചിലർക്ക് ഭവനമേ ഇല്ല. ചിലർക്ക് നല്ല വാഹനങ്ങളുണ്ട്, എന്നാൽ സ്വന്തമായൊരു വാഹനം പോലും ഇല്ലാത്ത അനേകരുണ്ട്. എന്തിന്? സ്വന്തമായൊരു വരുമാനമില്ലാത്തവർ എത്രയോ പേരുണ്ട്. ഇങ്ങനെ ചില ഏറ്റക്കുറച്ചിലുകൾ മനുഷ്യ ജീവിതത്തിൽ കാണാം. എന്നാൽ ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നാം നോക്കേണ്ടത്. നമ്മുടെ ആവശ്യം എന്താണെന്നാണ് നാം ദൈവത്തോട് പറയേണ്ടത്. കർത്താവ്, ഇന്നയാൾക്ക് ഇന്നതുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് വേണം എന്നല്ല. അതല്ല ശരിയായ ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ പറഞ്ഞാൽ മതി. മറ്റുള്ളവർക്കുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവർക്ക് സമൃദ്ധിയുണ്ട് എനിക്കും വേണമെന്ന് ആഗ്രഹിക്കുകയോ, അതൊന്നുമല്ല വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കർത്താവിനോട് പറയുക, കർത്താവിനെ അറിയിക്കുക. ആ ഒരു ബന്ധമാണ് വേണ്ടത്. അതിന് വിശ്വാസം വേണം. ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയിലുള്ള വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, അങ്ങ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ്, യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കർത്താവ് പറഞ്ഞു, കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്തെല്ലാം നടക്കും? അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന് ജീവൻ്റെ വചനം നമ്മിലൂടെ വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ കൊണ്ട് തൻ്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുത്തും. സ്തോത്രം. അങ്ങനെ ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എവിടെയെല്ലാം വാസ്തവമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യജീവിതത്തിൽ നടക്കും. ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ള അവസ്ഥയിലേക്ക് നോക്കി നാം നിരാശപ്പെടുകയല്ല വേണ്ടത്. തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുക, ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. അത്ര മതി. സ്തോത്രം. ഹന്നായുടെ ജീവിതം വളരെ സങ്കടം നിറഞ്ഞതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. നാം തിരുവചനം വായിക്കുമ്പോൾ അവിടെ കാണാം, ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. 3-ാം വാക്യം. 5-ാം വാക്യം, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. 7-ാം വാക്യം, അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. ഇങ്ങനെയെല്ലാമാണ് ഹന്നായുടെ ജീവിതം. എന്നാൽ ഈ ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം 1-ാം അധ്യായം അത് തീരുന്നതിന് മുമ്പ് തന്നെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഒരു സാധ്യതയില്ലാത്ത ഹന്ന പ്രസവിച്ചു. എങ്ങനെ? പ്രാർത്ഥന കൊണ്ട്. പ്രാർത്ഥന കൊണ്ട് അവളുടെ അസാധ്യമായ കാര്യങ്ങൾ അവൾ നേടിയെടുക്കുകയാണ്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം. ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകളുണ്ട്. 1, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. 2, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 3, അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഓർത്ത് പ്രാർത്ഥിക്കണം. 4, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരി, ഞാനും ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാൻ ഈ പ്രാർത്ഥന കഴിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുമെന്നുള്ള ഉറപ്പ്, വിശ്വാസം. അതാണ് പലപ്പോഴും നമുക്ക് കാര്യങ്ങളെ എളുപ്പത്തിൽ സാധ്യമാക്കി തരുന്നത്. വിശ്വാസം. വിശ്വാസമില്ലെങ്കിൽ നാം എത്ര വർഷം പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെന്നില്ല. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനുള്ളതായ പോക്കുവഴി നീക്കുപോക്ക് തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മാത്രമല്ല, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, പിന്നെ മടുപ്പ് വരാം. ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. എത്ര നാൾ പ്രാർത്ഥിച്ചാലും കിട്ടുവോളം പ്രാർത്ഥിക്കണം. അതാണ് പ്രാർത്ഥനയുടെ നിബന്ധന. കിട്ടുവോളം പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഈ പ്രാർത്ഥനയുടെ മറ്റൊരു നിബന്ധന എന്താണ്?
1 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, 2 മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം, 3 പ്രാർത്ഥന മുടക്കിക്കളയരുത്, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അടുത്തത് എന്താണ്? സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല കടുകുമണിയോളം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പൂർണ്ണ വിശ്വാസം, സമ്പൂർണ്ണ വിശ്വാസം. എൻ്റെ സ്വർഗത്തിലെ അപ്പനോട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, അവൻ എൻ്റെ കാര്യം സാധിപ്പിക്കുന്നുള്ള ഉറപ്പ്. ഹന്നായുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? 1-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്കെല്ലാം വരുമ്പോൾ ഹന്ന ആ നിരാശയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. നിരാശയുള്ള അവസ്ഥയിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ നിരാശയുടെ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും നിരാശപ്പെട്ടിരിക്കുകയില്ല, നിങ്ങൾ ചാടി എഴുന്നേൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതാ ഹന്ന ദൈവാലയത്തിലേക്ക് പോയി. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ദൈവദിനം ധ്യാനിക്കുകയും ചെയ്യുന്ന രംഗത്തേക്ക് നിങ്ങളും പോകണം. മടി പിടിച്ചിരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഹന്ന അവൾ മന്ദിരത്തിൻ്റെ വാതിക്കൽ ചെന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു, അവളുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നാം കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. തകർന്നുറങ്ങിയ ഹൃദയത്തെ യഹോവയെ നീ നിരസിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. അരിഷ്ടനും മനസ്സ് നേർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യൻ ഞാൻ കടാക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. സ്തോത്രം. നാം എളിമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. അവൾ ദൈവസന്നിധിയിൽ കരഞ്ഞു. മനുഷ്യന് മുമ്പിലല്ല നാം കരയേണ്ടത്, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കരഞ്ഞുള്ളൂ. ആ കണ്ണുനീരിൻ്റെ പ്രതിഫലമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൾ മാത്രമല്ല, അവളൊരു നേർച്ച നേർന്നു, അവരൊരു ഡെഡിക്കേഷൻ എടുത്തു. അവൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്താ അവൾ ഡെഡിക്കേറ്റ് ചെയ്തു? ഒരു ഡിസിഷൻ എടുത്തു. സൈന്യങ്ങളുടെ യഹോവയെ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. 11-ാമത്തെ വാക്യം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവൾ ദൈവത്തോട് സമർപ്പണം പറയുകയാണ്. കർത്താവേ, എനിക്കിത് തന്നാൽ, നിങ്ങൾക്കും ദൈവത്തോട് പറയാം, കർത്താവ് എനിക്കൊരു ഭവനം തന്നാൽ അത് ഒന്നാമത് കർത്താവിൻ്റെ വേലയ്ക്കായിരിക്കും. കർത്താവ് എനിക്കൊരു വാഹനം തന്നാൽ അത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വത്തിന്, കർത്താവിൻ്റെ വേലയ്ക്ക്, അനേകർക്ക് ആശ്വാസമായി തീരാൻ. കർത്താവ് എനിക്ക് പണം തന്നാൽ ഞാനിങ്ങനെ പണക്കാരനായി കൊഴുത്തു വളരാനല്ല, കർത്താവെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണം, ദൈവവേലയെ സഹായിക്കണം. അങ്ങനെ ദൈവസ്ഥലിൽ നിന്ന് ഓരോ പ്രാർത്ഥനകളും നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയണം എന്താണ് ലക്ഷ്യമെന്ന്. കർത്താവെ, എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ ഇന്നതുപോലെ ചെയ്യും. ഓരോന്നും സമർപ്പിക്കുക. അങ്ങനെ പുതിയ സമർപ്പണത്തോടെ നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളുടെ ഗതി മാറും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടും. ഹന്ന പ്രാർത്ഥിച്ചു, അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. അന്നത്തെ മഹാപുരോഹിതനായ ഏലിക്ക് മനസ്സിലായില്ല. അന്നത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലുള്ളതായ ചില ആത്മീക സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ചില പാരമ്പര്യങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. അവിടെ എവിടെ ഓടി നടന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. വേറെ ആരോടുമല്ല പ്രാർത്ഥിക്കേണ്ടത്. വേറെ ഒരു മധ്യസ്ഥനോടുമല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കാൻ ഒരേ ഒരു വ്യക്തി, യേശുക്രിസ്തു. യേശുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. പ്രിയ മകളെ, പ്രിയ സഹോദരി, പ്രിയ യൗവനക്കാര്, നാളുകളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവിന് സ്തോത്രം. പൊട്ടക്കണ്ണൻ മാവേലെറിയുന്ന പോലെ അല്ല പ്രിയരെ പ്രാർത്ഥന. ഞാൻ എൻ്റെ ആവശ്യം നിന്നോട് അറിയിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തോട് ആവശ്യങ്ങൾ അറിയിക്കുക. എൻ്റെ കർത്താവ് തരുമെന്നുള്ള ഉറപ്പോടെ പറയുക. ഹന്ന പ്രാർത്ഥിച്ചു. ആദ്യം ഏലി പുരോഹിതന് മനസ്സിലായില്ല. പക്ഷേ വീണ്ടും അവൾ എളിമയോടെ ഏലി പുരോഹിതനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരുടെ മുമ്പിലും എത്ര ശ്രേഷ്ഠനാണെങ്കിലും നമ്മുടെ യഥാർത്ഥ ആത്മീയ അവസ്ഥ പറയാൻ നാം മടിക്കരുത്. നമ്മുടെ ആത്മീയ സത്യങ്ങൾ നാം മറച്ചു വയ്ക്കരുത്. വലിയ ഉന്നതരായ ആളുകൾ കാണുമ്പോൾ അയ്യോ സത്യമെല്ലാം മറച്ചു വെച്ച് അവർക്ക് രുചികരമായ രീതിയിലോ രസകരമായ രീതിയിലോ അല്ല പറയേണ്ടത്. സത്യം ഒന്നേ ഉള്ളൂ. സ്തോത്രം. സത്യത്തിന് വേണ്ടി നാം നിൽക്കണം, യേശുവിന് വേണ്ടി നിൽക്കണം, സുവിശേഷത്തിന് വേണ്ടി തലമുറയിൽ നിൽക്കണം. ഹന്ന പറഞ്ഞു, അല്ല യജമാനെ, മനോവസരമുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ വീഞ്ഞു മദ്യമൊന്നും കുടിച്ചിട്ടില്ല. ഏലി പുരോഹിതൻ വിചാരിച്ചോളും വീഞ്ഞു കുടിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളെ വീഞ്ഞു കുടിച്ചവളായിട്ട് പുരോഹിതൻ കണ്ടു. പക്ഷേ അവളുടെ വേദന യേശു കണ്ടു. ഏലി പുരോഹിതൻ അവളെ ഒരു മദ്യപാനിയായി കണ്ടു. പക്ഷേ നിത്യനായ ദൈവം അവളെ തകർന്ന ഹൃദയമുള്ള ഒരു വിശ്വാസമുള്ള പ്രാർത്ഥിക്കുന്ന ഒരു മകളായി കണ്ടു. സ്തോത്രം. പുറമേയുള്ള മനുഷ്യർ എങ്ങനെയും നമ്മെ കണ്ടുകൊള്ളട്ടെ. യഥാർത്ഥമായി നമ്മെ കാണുന്ന ജീവനുള്ള ദൈവം എങ്ങനെ നമ്മെ കാണുന്നു, അതാണ് ഏറ്റവും പ്രധാനം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
നാം 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയില്ല, അവളുടെ വാട്ടം മാറി. അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നതിന് മുമ്പേ മുഖത്തിൻ്റെ വാട്ടം മാറി. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളോ അനുഗ്രഹങ്ങളോ നന്മകളോ ഉയർച്ചകളോ വളർച്ചകളോ കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്തിൻ്റെ വാട്ടം കർത്താവ് മാറ്റി തരും. സ്തോത്രം. അവൾ പോയി എന്ത് ചെയ്തു? 20-ാമത്തെ വാക്യം, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവൾ അവനെ ശമൂവേൽ എന്ന് പേരിട്ടു. ദൈവത്തോട് അപേക്ഷിച്ചു വാങ്ങുക. അസാധ്യങ്ങളായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്നത് പ്രാർത്ഥനയിലൂടെയും യാചനയിലൂടെയും അപേക്ഷയിലൂടെയാണ്. ജീവനുള്ള ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ദൈവത്തോട് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം ചെയ്തു തരുന്ന ഓരോ നന്മകളും പ്രയോജനപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് ആരോഗ്യം തന്നാൽ ഞാൻ യേശുവിനെ സാക്ഷിക്കും, യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും. ഇങ്ങനെ ഓരോന്നും കർത്താവിനോട് പറയുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. അങ്ങനെയാണ് ഹന്നയിലൂടെ പ്രാർത്ഥനയുടെ സന്തതിയായി ശമൂവേൽ പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് പിറന്നത്. കർത്താവിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ദൈവത്തിൻ്റെ പ്രവാചകൻ, അദ്ദേഹം ഈ ഭൂമിയിൽ ജനിക്കാനിടയായത് ഹന്ന മുഖാന്തരമാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥനയുള്ളവരാകുക, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക, ദൈവ സാന്നിധ്യത്തിലിരിക്കുക. പ്രാർത്ഥനയോൾ മുടക്കരുത്, സഭായോഗങ്ങൾ മുടക്കരുത്. അങ്ങനെ കർത്താവിനോടും കർത്താവിൻ്റെ വേലയോടും പറ്റിച്ചേർന്ന് നിന്നാൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കും, ഉറപ്പാണ്. അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് സാധിപ്പിച്ച് തരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യം ഞങ്ങളോട് തുറന്നു പറയാനോ ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം, ഞങ്ങളെ വിളിക്കാം. താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായും ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ തീർച്ചയായും ദൈവമക്കൾ എന്നതിന് തയ്യാറാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ യേശുവിനോട് ചേർന്ന് നിൽക്കുക, പ്രാർത്ഥനയിലൂടെ അനേക കാര്യങ്ങൾ നേടിയെടുക്കുക. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.